ഗ്രാമകലകളും ഗ്രാമകാഴ്ചകളും പറ്റിയുള്ള നാട്ടരങ്ങിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. സ്വാഗതം നാട്ടരങ്ങിലേക്ക്. ഒരു ആയോധന കലാരൂപമാണ് പരിചമുട്ടുകളി. അസാമാന്യമായ മെയ്വഴക്കത്തോടെ പാട്ടിന്റെ താളത്തിൽ ചാടി ഉയർന്നും ഇരുന്നമർന്നും കലാകാരന്മാർ ഈ കലാരൂപം അവതരിപ്പിക്കുന്നു. ക്രിസ്തുമത വിശ്വാസികളിലാണ് കൂടുതലും ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. പള്ളിപ്പെരുന്നാളുകളിലും വിവാഹ വേദികളിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു കലാരൂപമാണ് പരിചമുട്ടുകളി. കേരളത്തിലെ വിവിധ വിഭാഗങ്ങളിലായി പ്രചാരത്തിലുള്ള ഒരു ആയോധന കലയാണ് പരിചമുട്ടുകളി. 10-12 പുരുഷന്മാരടങ്ങുന്ന സംഘമാണ് ഇത് അവതരിപ്പിക്കുക. വാളും പരിചയും കയ്യിലേന്തി ആശാൻ ചൊല്ലുന്ന പാട്ടിന്റെ ഈണത്തിൽ കളരിച്ചുവടുകൾ വെച്ച് നൃത്തം ചെയ്യുന്നതാണ് ഈ കലാരൂപം. കളരിപ്പയറ്റിന്റെയും പരിചകളിയുടെയും സ്വാധീനം ദർശിക്കാവുന്നതായ ഈ കലാരൂപം കേരളത്തിലെ ക്രൈസ്തവരുടെ വിവാഹാഘോഷങ്ങൾ, പള്ളിപ്പെരുന്നാൾ തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ മുഖ്യ ഇനമായി അവതരിപ്പിച്ചു വന്നിരുന്നു. ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ ഇവ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ 16-ാം നൂറ്റാണ്ടിലാണ് ഇത് ഉടലെടുത്തത്. നസ്രാണികൾ, പ്രത്യേകിച്ച് ജ്ഞാനായ സമുദായക്കാർ കളരി അഭ്യാസത്തിനായി വടക്കേ മലബാറിൽ നിന്നും കളരി ആശാന്മാരെ കൊണ്ടുവരികയും പരിശീലന സമയങ്ങൾക്കിടയിൽ വിനോദത്തിനായി ഈ കലാരൂപം ചിട്ടപ്പെടുത്തുകയും ചെയ്തു എന്ന് ചിലർ പറയുന്നു. വെൺമാതൻ വീളാക്കിന്നൊരു ദീപം കണ്ടേന്ത ഗതിമൃദൈ പാലരാം ഞങ്ങളിന്നു സഭയിൽ കളി തുടങ്ങുകയായി. ആറിവും ജ്ഞാനവും ഗുരുതന്നിൽ സമർപ്പി ചരങ്ങു തകർത്തൊന്നാടന് അതിശയ കളി വശമില്ല ഞങ്ങൾ അടവും ചുവടും പയറ്റുന്നേ. കളിയാട് പതന ചെയ്യണേ, ഗുരുവിശിയായ കളിയാട് പതന ചെയ്യണേ. 60 കൊടുമായി ഞങ്ങൾ കടുവടങ്ങടെ ഗുരുക്കളെ, 60 കൊടുമായി ഞങ്ങളെ കടുവടങ്ങടെ ഗുരുക്കളെ. ശരണം വന്ന ദേവസേന വേഗണേ തനേ തന്തിയോതിൽ നിന്ന് 5 മിഞ്ചി കിഞ്ചുവേ. താമരപ്പു ശരണം വന്ന ദേവസേന വേഗണേ തനേ തന്തിലോതിൽ നിന്ന് 5 മിഞ്ചി കിഞ്ചുവേ. പൂമലേറിയാനമേതു റോമ നീതു നായക, പൂമലേറിയാനമേതു റോമ നീതു നായക. വൈത്താരിയും ഇലത്താളത്തിന്റെ താളവുമാണ് പരിചമുട്ടുകളിയുടെ പ്രധാന ആകർഷണം. അരോഗദൃഢഗാത്രരായ പുരുഷന്മാരാണ് പരിചമുട്ടുകളി അവതരിപ്പിക്കുന്നത്. മാർഗം കളിയോട് പരിചമുട്ടുകളിക്ക് സാദൃശ്യമുണ്ട്. മാർഗം കളി മന്ദതാളത്തിലാണെങ്കിൽ പരിചമുട്ടുകളി ദ്രുതതാളത്തിലാണ്.
ജ്ഞാനായക്കാരാണ് പരിചമുട്ടുകളി ചിട്ടപ്പെടുത്തിയത് എന്ന് വിശ്വസിക്കുന്നു. ഈ കലാരൂപം പിന്നീട് യാക്കോബായ, ലത്തീൻ, മാർത്തോമ തുടങ്ങിയ സമുദായക്കാർ പഠിച്ചെടുക്കുകയായിരുന്നു. പുലയ സമുദായക്കാർ വ്യാപകമായി ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അവരും ഈ കലാരൂപത്തെ സ്വീകരിക്കുകയുണ്ടായി. പുലയർക്കിടയിൽ പ്രചാരമുള്ള കോൽക്കളി, വട്ടക്കളി, പരിചകളി എന്നിവയുടെ സ്വാധീനം പരിചമുട്ടുകളിൽ വന്നു ചേർന്നത് അങ്ങനെയാണ്. സംഗീതവും നൃത്തവിന്യാസങ്ങളും വാളിന്റെയും പരിചയുടെയും അകമ്പടിയോടെ ചിട്ടപ്പെടുത്തിയ ഈ കലാരൂപം ക്രൈസ്തവ വിശ്വാസങ്ങളെ ജനഹൃദയങ്ങളിൽ പരിചിതമാക്കുന്നതിന് ഒരുപാട് സഹായമായിട്ടുണ്ട്. കളിയുടെ ഇതിവൃത്തം പൊതുവെ വേദപുസ്തക സംഭവ പരമ്പരകളായിരുന്നു. അരോഗദൃഢഗാത്രരായ ഒരു സംഘം പുരുഷന്മാർ കയ്യിൽ നീളം കുറഞ്ഞ വാളും വൃത്താകൃതിയിലുള്ള പരിചയമേന്തിയാണ് പരിചമുട്ടുകളി അവതരിപ്പിക്കുന്നത്. നമുക്കിപ്പോ പോകണ വലിയൊരു മരത്തിന്റെ ചെറിയൊരു ശാഖ വലുപ്പത്തിൽ കൂടുമ്പോ ചിരിക്കുന്നൊക്കെയാണ് നമ്മുടെ തകിടയിൽ ഒരു റോമൻ പടവിരൻ പുറങ്കരി പാലിത പോകുന്നേ മലയത്തിൽ വീട്ടി പടവിരെ പടവീരാനിത പ്രഭവലയതിലെന്തിയായി വീണിതാ മലമുകളിൽ നടന്നു പോയവനെ മൂന്നാം നാളിൽ കാണപ്പെട്ടവനെ മൂന്നാം നാളിൽ കാണപ്പെട്ടവനെ അരക്കച്ച, തലയിൽ കെട്ട തുടങ്ങിയ വേഷവിധാനങ്ങളും ചില പ്രദേശങ്ങളിൽ നിലവിലുണ്ട്. വാദ്യങ്ങളുടെ സഹായത്തോടും അല്ലാതെയും ഇത് അവതരിപ്പിക്കാറുമുണ്ട്. അതുപോലെ തന്നെ കല്യാണ വീടുകളിലും മറ്റും നാട്ടുകാർ ചേർന്ന് പരിചമുട്ട് കളിക്കുമ്പോൾ എല്ലാവിധ വേഷവിധാനങ്ങളും ഉപയോഗിച്ചു കാണണമെന്നില്ല. കളി തുടങ്ങും മുമ്പ് കത്തിച്ചു വെച്ച നിലവിളക്കിൽ ചുറ്റും നിന്ന് കളിക്കാർ ദൈവസ്തുതി നടത്തും. ആദ്യം അഭ്യാസങ്ങളാണ്. പിന്നെ വാളും പരിചയം ധരിച്ച വൃത്തത്തിൽ നിന്ന് താളം ചവിട്ടും. വൃത്തത്തിനുള്ളിൽ ആശാൻ ഉണ്ടാകും. പാട്ടുകൾ ആലപിക്കുന്നത് ആശാനായിരിക്കും. ഇലത്താളവുമായി ഒരേ താളത്തിലും നീട്ടിയും പാട്ടുകൾ അവതരിപ്പിക്കും. ഓട്ടത്തിൽ നടുവിൽ നിൽക്കും ലക്ഷ്യത്തിൽ ദൈവത്തെ പോലെയാകെ കണ്ണ്. സ്കൂൾ കലോത്സവങ്ങളിൽ പ്രധാന മത്സര ഇനമായി പരിചമുട്ടുകളി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്യം നിന്നു പോകാതെ വരും തലമുറയും കൈവിടാതെ കാത്തുസൂക്ഷിച്ചു പോരുന്ന ഒരു അപൂർവം കലാരൂപങ്ങളിലൊന്നാണ് പരിചമുട്ടുകളി എന്നതും ശ്രദ്ധേയമാണ്. ശിഷ്യന്മാരായ സംഘാംഗങ്ങൾ അത് ഏറ്റുപാടുകയും താളത്തിൽ പരിചമുട്ടിക്കുകയും ചെയ്യും. സാധാരണയായി യുദ്ധമുഖത്ത് കാണുന്ന തന്ത്രങ്ങളുടെ ഒരു രൂപം ഇതിലും അവതരിപ്പിക്കപ്പെടുന്നു.
ഉയർന്നും താഴ്ന്നും കുതിച്ചു ചാടിയും പിൻവാങ്ങിയും വാളുകൊണ്ട് വെട്ടിയും പരിച കൊണ്ട് തടുത്തുമെല്ലാം മുന്നേറുന്നതിനിടെ ആശാൻ ഇലത്താളം മുറുക്കുകയും കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കലാശം കൊട്ടുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ കളിവൃത്തത്തിന് പുറത്തുനിന്നും ആശാൻ പാട്ടുപാടാറുണ്ട്. ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ വിവിധ സമുദായങ്ങൾ വ്യത്യസ്തമായ കേളിശൈലികൾ പിന്തുടർന്നു വന്നിരുന്നു. കല്യാണ വീടുകളിലും പള്ളിപ്പെരുന്നാളുകളിലും മറ്റും പരിചമുട്ട് കളിക്കുമ്പോൾ തലപ്പാട്ട് പാടുന്നത് കളിയിൽ തഴക്കവും പഴക്കവുമുള്ള ആളുകളായിരിക്കും. കളരിയാശാന്റെയും ആശാനെ പോലെ തന്നെ ഇക്കാര്യത്തിൽ അവഗാഹമുള്ളവരുടെയും അവകാശമാണിതെങ്കിലും പ്രായോഗികമായി കണ്ടുവരുന്ന രീതി കളത്തിൽ നിൽക്കുന്ന കളിക്കാരിൽ ആരെങ്കിലുമൊക്കെ മാറി മാറി തലപ്പാട്ട് പാടി കളിക്കുന്നതും കൂടെ കളിക്കുന്നവർ അത് ഏറ്റുപാടി കളിക്കുന്നതുമാണ്. എന്നാൽ യുവജനോത്സവങ്ങളിൽ അക്കാദമികമായ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് കളി അവതരിപ്പിക്കുമ്പോൾ കളിയിൽ നേരിട്ട് പങ്കെടുക്കാതെ കളത്തിനു വെളിയിൽ നിന്ന് ഇലത്താളത്തിന്റെ അകമ്പടിയോടെ ഒരാൾ പാട്ടുപാടി കൊടുക്കുകയും കളിക്കാർ കോറസിൽ അത് ഏറ്റുപാടി കളിക്കുകയും ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത്. കളി മുറുക്കുവാനും ചുവടുകൾ പെരുക്കുവാനുമായി പാടുന്നതിനിടയിൽ പ്രത്യേക വായ്ത്താരികളും ഇടാറും. കളി തുടർന്ന് മുറുക്കാൻ കഴിയാത്തവണ്ണം വേഗം കൂടിയാലോ പാടിക്കൊടുക്കുന്ന ഗാനം അവസാനിക്കുമ്പോഴോ ചുവട് നിർത്താനായും വായ്ത്താരിയുണ്ട്. അവതരണം, ചമയം, വേഷഭൂഷാദികൾ എന്നിവയിൽ വിവിധ ശൈലികൾ തമ്മിൽ അത്ര പ്രകടമായ വ്യത്യാസങ്ങളില്ല. പ്രധാന വ്യത്യാസം കളിപ്പാട്ടിലെ സാഹിത്യത്തിനാണ്. ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം ജില്ലകളിലെ ദളിത് സമൂഹങ്ങൾക്കിടയിലാണ് ഈ കലാരൂപം നിലനിൽക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലെ അരയ സമുദായക്കാരുടെ ഇടയിലും മണിയാണി സമുദായക്കാരുടെ ഇടയിലും പരിചമുട്ടുകളി പ്രചാരത്തിലുണ്ട്. കോട്ടയം ജില്ലയിലെ മണർക്കാട്, തിരുവഞ്ചൂർ, മാലം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ കല നിലനിൽക്കുന്നു. ഈ പ്രദേശങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട പരിചമുട്ടുകളി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 1984 കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനങ്ങളുടെ കൂട്ടത്തിൽ പരിചമുട്ടുകളിയെയും ഉൾപ്പെടുത്തി. പിന്നീട് ഹയർ സെക്കൻഡറി യുവജനോത്സവങ്ങളിലെ ഒരു മത്സര ഇനമായും പരിചമുട്ടുകളി അംഗീകരിക്കപ്പെട്ടു. ഇതോടെ കാലദേശ ഭാഷാ വ്യത്യാസമനുസരിച്ച് സ്വകീയമായ ശൈലിയിൽ ആശാന്മാർ ചിട്ടപ്പെടുത്തിയിരുന്ന പരിചമുട്ടുകളിക്ക് ഒരു ഏകീകൃത ഭാവം കൈവരുകയും ചെയ്തു. ഇത് കൂടുതൽ ജനകീയമാക്കുവാൻ സഹായിച്ചു. കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർ തങ്ങളുടെ പരിചമുട്ടുകളിപ്പാട്ടുകൾക്ക് തോമസ് ലീഹയുടെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അദ്ദേഹം സ്ഥാപിച്ച പള്ളികളെക്കുറിച്ചുള്ള വിവരണങ്ങളും മറ്റും അവലംബമാക്കുമ്പോൾ ലത്തീൻ ക്രൈസ്തവർ ബൈബിൾ പ്രമേയങ്ങളും സെബസ്ത്യാനോസ്, അന്തോണിയോസ് തുടങ്ങിയ പുണ്യാളന്മാരുടെ ചിത്രങ്ങളും ആധാരമാക്കി വരുന്നു. സുറിയാനി സമുദായത്തിൽ തന്നെ ഉൾപ്പെടുന്ന ജ്ഞാനായ വിഭാഗക്കാർ ജ്ഞാനായിത്വമൻ കേരളത്തിലേക്കുള്ള വരവും ചെയർമാൻ പെരുമാളുമായുള്ള കൂടിക്കാഴ്ചയുമെല്ലാം അവരുടെ കളിപ്പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കും.
നാട്ടരങ്ങിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു കലാരൂപവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.